നമ്മളെ റംബുട്ടാൻ N80 ആണ് കേട്ടോ. 30 കവറിലുള്ളതാണ്. ഇപ്പോൾ ഈ വണ്ടി കയറാൻ വരികയാണ്. ഹെവി പ്ലാന്റ് തന്നെയാണല്ലേ? ഫുൾ ഫ്ലവറുകളാണ് അവിടെ ഉള്ളതൊക്കെ തന്നെയാണ്. അതിൻ്റെ ബാക്കിലുള്ളതൊക്കെ കണ്ടില്ലേ. ഈ കസ്റ്റമർക്ക് കുറച്ച് ബുഷിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ അതൊക്കെ വണ്ടി നിറയെ ഉണ്ടാവും. ഒരു 10 കിലോ കിട്ടൂലേ, 10 കിലോ ആവൂലേ. വാങ്ങണ കാശിന് കായ കഴിക്കാൻ പ്രാവശ്യം. ഇതേപോലെയുള്ള പ്ലാന്റുകൾ നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടത്തിനുണ്ട്. ഓക്കെ, വണ്ടി കാണുന്നുണ്ടോ? ആ രീതിയിൽ സെറ്റ് ഹെവി പ്ലാന്റുകൾ. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുത്തേ. നമ്മൾ പെരിന്തൽമണ്ണ, തിരൂർക്കാട്, അരിപ്പറ, കാവപ്പടി, തങ്കയത്തിൽ അഗ്രോ. നമ്മൾ ഓൾ കേരള കൊടുക്കുന്നുണ്ട്. അതൊരു ഫുൾ ലോഡൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്ന ആൾക്ക് നമുക്ക് ഡെലിവറി ഫ്രീ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതല്ല നമ്മൾ പിന്നെ 1-2 പ്ലാന്റുകളാണെങ്കിൽ നമ്മൾ ഡെലിവറി കൊടുക്കും. പക്ഷേ നമുക്കതിന് ചെറിയ ചാർജസ് വരും. അതായത് എന്തായാലും അവർ നേരിട്ട് കൊണ്ടുപോകുന്നില്ല, ഒരു കൊറിയർ ചാർജ് പോലെ വരും. ഈ 30 കവറൊക്കെ ഇപ്പോൾ നമുക്ക് ഇത് എത്ര കവറാണ് വണ്ടിക്കകത്ത് വെക്കാൻ പറ്റുക, അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയൊരു ചാർജസ് വരും. പിന്നെ നമുക്കിത് എത്തിച്ച് കൊടുക്കൽ മാത്രമാണോ, നമുക്ക് സെറ്റിങ് ചെയ്ത് കൊടുക്കുന്നത്? ഇത് സെറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ കസ്റ്റമർക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. ഞങ്ങൾ അതായത് നമ്മുടെ സ്റ്റാഫിനെ വിട്ടുകൊടുക്കും. ഞങ്ങൾ അവർക്ക് ലേബർ കൊടുക്കുക. നമ്മൾ കമ്പനി ഒന്നും അതിന് അഡീഷണൽ ഈടാക്കുന്നില്ല. തങ്കയത്തിൽ അഗ്രോ ഫാം ഒരു ലാഭം കൊടുക്കുന്നില്ല. വളരെ വൃത്തിയായിട്ട് നമ്മൾ അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കും. ഞങ്ങളെ ലാബേഴ്സിനെ ഉപയോഗിച്ച്. അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ 10-12 കൊല്ലമായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന കുട്ടികളാണ്. അവരെ വിട്ടുകൊടുക്കുക. അവർക്ക് സാധാരണ ലേബർ കൊടുക്കുക. ഓൺലി ലേബർ, വേറെ ഒന്നുമില്ല. അതുപോലെ അവർക്കുള്ള എക്സ്പെൻസും കമ്പനിക്കൊന്നും വേണം.